വെൽക്കം ടു എഡ്യൂവാലറ്റ്. നാളത്തെ +1 കെമിസ്ട്രി പരീക്ഷയ്ക്ക് ഇപ്പോഴും പല സെക്ഷൻസും പഠിച്ച് തീരാത്തവർ, കുറേ പഠിക്കാനുള്ളതൊക്കെ കണ്ട് നെട്ടി നിൽക്കുന്ന കുറേ കുട്ടികളുണ്ടാവാം, ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കുറേ കുട്ടികളുണ്ടാവാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം. കെമിസ്ട്രിയിലൊക്കെ കുറേ ഈസി ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കും. ടഫ് ആയിട്ടുള്ള സെക്ഷൻസൊക്കെ വളരെ കുറവാകും. എല്ലാ കൊല്ലവും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് കുറേ ഉണ്ട്. സോ അങ്ങനെയുള്ള കുറേ ഈസി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ വീഡിയോ കാണുന്ന കുട്ടികൾ ചെയ്യേണ്ടത് ആദ്യം ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക. നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മളിത് കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പോവുകയാണ്. സോ ഇതെല്ലാം കുറേ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. സോ ഇത് പഠിക്കണോ ഇത് പഠിക്കണ്ടേ എന്നുള്ള ഡൗട്ടൊന്നും നിങ്ങൾക്ക് വേണ്ട. എല്ലാവരും ഇതിൽ പറയുന്ന ചോദ്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കണ്ട് ഒപ്പം പഠിച്ചെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ റിലാക്സ് ചെയ്യണം, ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം. ഇപ്പോൾ എല്ലാം മറന്ന് ഇപ്പോൾ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ടോ അത് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഇന്നും ഈ രാത്രിയും അതുപോലെ നാളെ രാവിലെ കുറച്ച് നേരത്തൊക്കെ എണീച്ച് നിങ്ങൾക്ക് പറ്റുന്നത്ര പഠിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുക. അല്ലാതെ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ എല്ലാം കൂടി ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. ടെൻഷൻ അടിച്ച് ഉള്ളതും കൂടി നിങ്ങൾ കയ്യിൽ നിന്ന് കളയരുത്. ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം കേട്ടോ. താഴെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പുള്ള കുറേ ടോപ്പിക്കുകളുണ്ട്. എല്ലാ കൊല്ലം ചോദിക്കുന്ന ഇപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറി വലിയ വലിയ ക്വസ്റ്റ്യൻസുകളുണ്ട്. 4 മാർക്കിൻ്റെ ഒക്കെ കുറേ ചോദ്യങ്ങളുണ്ട്. മോളിക്കുലർ ഓർബിറ്റൽ തിയറി, റിഡോക്സ് റിയാക്ഷനിലെ ബാലൻസ് ചെയ്യുന്ന ഭാഗം, മാർക്കോനിക്കോ റൂള്, ഓർഗാനിക്കിലെ ക്വസ്റ്റ്യൻസ്, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്കൊന്ന് ജോയിൻ ചെയ്തോളൂ. സമയത്തിനനുസരിച്ച് നിങ്ങൾ രാത്രി കുറച്ച് അധികം സമയമൊക്കെ രാത്രി ഇരുന്നോ രാവിലെ എണീച്ച് പഠിക്കുക, അങ്ങനെയൊക്കെ പഠിക്കുക. പറ്റുന്നത്ര നിങ്ങൾ പഠിക്കുക. ഉള്ള സമയം നിങ്ങൾ അതിലെ ഷുവർ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചോദ്യമുണ്ട്. നോക്കിയേ, ഇവിടെ കുറേ ഷോർട്ട് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വളരെ ഷോർട്ടായിട്ട് എല്ലാ കൊല്ലം ചോദിക്കുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പറഞ്ഞുതരാം. അതാണ് ലസൈൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് ഓർഗാനിക്കിലാണ് ഇത് വരുന്നത്. എന്താണ് ലസൈൻസ് ടെസ്റ്റ്? ലസൈൻ ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞതിന് മുമ്പ് ലസൈൻസ് ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഗൈഡിലൊക്കെ വലിയ വലിയ പാരഗ്രാഫ് ആയിട്ടാണ് ഉണ്ടാവുക. നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഷോർട്ടായിട്ട് ഇതൊന്ന് പഠിച്ചു നോക്കാം. ഞാനിത് ഏരോ മാർക്കൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക, വാട്ട് ഡു യു മീൻ ബൈ ലസൈൻസ് ടെസ്റ്റ്? എന്താണ് ലസൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ലസൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലസൈൻസ് ടെസ്റ്റ് ഇറ്റ് ഈസ് എ ടെസ്റ്റ് അല്ലേ, അതൊരു ടെസ്റ്റാണ്. യൂസ്ഡ് ടു ഡിറ്റക്ട് നൈട്രജൻ, സൾഫർ, ഹലജൻ ഇൻ എൻ ഓർഗാനിക് കോമ്പൗണ്ട്. എന്താണ് ലസൈൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? അതൊരു ടെസ്റ്റാണ്. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു ഡിറ്റക്ട്. എന്ത് ഡിറ്റക്ട് ചെയ്യാനാണ്? മനസ്സിലാക്കാൻ. നൈട്രജൻ ഉണ്ടോ? ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് നൈട്രജൻ, സൾഫർ ആൻഡ് ഹലജൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഈ 4 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അതൊരു ടെസ്റ്റാണ്. അതെന്തിനാണ് ഡിറ്റക്ട് ചെയ്യണേ? എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഡിറ്റക്ട് പ്രസൻസ് ഓഫ് നൈട്രജൻ ഉണ്ടോ, സൾഫർ ഉണ്ടോ, ഹലജൻ ഉണ്ടോ, ഏതിലെ? ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഓക്കെ. സോ ഇനി അപ്പോൾ അത് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. വാട്ട് ഡു യു മീൻ ബൈ ലസൈൻസ് ടെസ്റ്റ്? രണ്ടാമത്തെ ചോദ്യം, എന്താണ് ലസൈൻസ് ഫ്യൂഷൻ എക്സ്ട്രാക്ട്? ഹൗ ടു പ്രിപ്പയർ ലസൈൻസ് ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് നമുക്ക് 2 or 3 മാർക്കിന് ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഹീറ്റ് ചെയ്യാം. ഹീറ്റിംഗ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് സോഡിയം ഇൻ എ ഫ്യൂഷൻ ട്യൂബ്. ഒരു ഫ്യൂഷൻ ട്യൂബിൽ സോഡിയം ഇട്ട് അതിലേക്ക് ഓർഗാനിക് കോമ്പൗണ്ടൊക്കെ ഇട്ട് ഹീറ്റ് ചെയ്യാം. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് സോഡിയം ഒരു ട്യൂബിലിടുക, ഹീറ്റ് ചെയ്യുക. അത് റെഡ് ഹോട്ടാവും. ചൂടായി നല്ല റെഡ് ഹോട്ടായി കഴിഞ്ഞാൽ അത് വെള്ളത്തിലേക്ക് ഇടുക. പ്ലങ്ജ്ഡ് വിത്ത് വാട്ടർ എന്ന് പറയും. പിന്നെ ചൈന ഡിഷ്, ഒരു ചൈന ഡിഷിൽ വെള്ളം എടുത്ത് അതിലേക്ക് അത് ഇടുക. ആ നല്ല ഹോട്ടായിട്ടുള്ള ഫ്യൂഷൻ ട്യൂബ് ഇടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ ഇങ്ങനെ ബോയിൽ ചെയ്യാൻ തുടങ്ങും. ബോയിൽ ചെയ്ത് അതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ആ ഫിൽറ്ററാണ് എന്ത്? ആ ഫിൽറ്റർ ചെയ്ത് കിട്ടുന്ന സംഭവമാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും എഴുതാൻ പറ്റുക, ഇതും മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇത് മാർക്ക് കിട്ടാണ്ടിരിക്കില്ല. നിങ്ങൾക്കിത് പാരഗ്രാഫായിട്ട് വേണമെങ്കിൽ എഴുതാം. ഓർഗാനിക് കോമ്പൗണ്ട് ഹീറ്റിംഗ് വിത്ത് സോഡിയം ഇൻ ഫ്യൂഷൻ ട്യൂബ് ആൻഡ് ഇറ്റ് ബിക്കം റെഡ് ഹോട്ട്, ഇറ്റ് പ്ലങ്ജ്ഡ് ഇൻ വാട്ടർ ഇൻ എ ചൈന ഡിഷ്, ദെൻ ദ സൊല്യൂഷൻ ഈസ് ബോയിൽഡ് ആൻഡ് ഫിൽറ്റേർഡ്, ദാറ്റ് ഫിൽറ്റർ ഈസ് നോൺ ആസ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ലസൈൻ ടെസ്റ്റ്, രണ്ടാമത്തത് ലസൈൻ ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്താ, മൂന്നാമത്തത് ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് നൈട്രജൻ. ഇതൊരു ചോദ്യമാവാം. ചിലപ്പോൾ നൈട്രജൻ മാത്രം ചോദിക്കും, അല്ലെങ്കിൽ സൾഫർ, അല്ലെങ്കിൽ ഹലജൻ. ഇത് ഏതെങ്കിലും ഒന്ന് എല്ലാ കൊല്ലവും ചോദിക്കാറുണ്ട്. സോ എന്താണ് ചോദ്യം? ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് നൈട്രജൻ യൂസിങ് ലസൈൻസ് ടെസ്റ്റ്?
അങ്ങനെയാവും ചോദിക്കുക. സോ നൈട്രജൻ ഉണ്ടോ ഡിറ്റക്ട് ചെയ്യാനാണ് ചോദ്യം. ഹൗ ക്യാൻ യു എസ്റ്റിമേറ്റ് എന്നൊന്നുമല്ല, ഹൗ ക്യാൻ യു ഡിറ്റക്ട്. നിങ്ങൾക്കൊരു ഓർഗാനിക് കോമ്പൗണ്ടിലെ നൈട്രജൻ ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? ലസൈൻസ് ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുക്കുക. ഇവിടുത്തെ എക്സ്ട്രാക്ട് എടുക്കുക. അപ്പോൾ ആദ്യം ലസൈൻ ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുക. അതിലേക്ക് ഫെറസ് സൾഫേറ്റും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്യുക. ഫെറസ് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ FeSO4 ആണ് കേട്ടോ. ഫെറസ് സൾഫേറ്റും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H2SO4 ആഡ് ചെയ്ത് ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടും. ബ്ലൂ കളർ വന്നാൽ അത് പ്രസൻസ് ഓഫ് നൈട്രജൻ ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചു ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് നൈട്രജൻ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്ത് എഴുതണം? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് ഈ രണ്ടാൾക്കാരുടെ പേര് മറക്കണ്ട. Feയും H2SO4. FeSO4 H2SO4 ബ്ലൂ കളറാണെങ്കിൽ നൈട്രജൻ. ഇനി ആ എക്സ്ട്രാക്റ്റിലേക്ക് ചിലപ്പോൾ ചോദിക്കും പരീക്ഷയ്ക്ക് ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സൾഫർ. ഓക്കെ, ചിലപ്പോൾ അങ്ങനെയാവും. ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സൾഫർ യൂസിങ് ലസൈൻസ് ടെസ്റ്റ്. അപ്പം എങ്ങനെ എഴുതുക? ആ എക്സ്ട്രാക്റ്റിലേക്ക് സോഡിയം നൈട്രോപ്രഷൈഡ് ആഡ് ചെയ്യുക. ഈ പേരുകൾ പഠിച്ചാൽ മതി. സോഡിയം നൈട്രോപ്രഷൈഡ് ആഡ് ചെയ്ത് വയലറ്റ് കളർ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം പ്രസൻസ് ഓഫ് സൾഫർ ആണ്. സോ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എടുത്തു, സോഡിയം നൈട്രോപ്രഷൈഡ് ആഡ് ചെയ്യുമ്പോൾ വയലറ്റ് കളറാണെങ്കിൽ സൾഫറിൻ്റെ പ്രസൻസ് ആണ്. ഇനി ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സൾഫർ ഇൻ അനദർ മെത്തേഡ്? 2 മെത്തേഡ് ചോദിച്ചാലോ? റൈറ്റ് എനി 2 മെത്തേഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സൾഫർ. 2 മെത്തേഡ് പഠിക്കാനുണ്ട്. ഒന്ന് സോഡിയം നൈട്രോപ്രഷൈഡ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അസറ്റിക് ആസിഡും ലെഡ് അസറ്റേറ്റും ആഡ് ചെയ്യാം. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യും? പ്രസൻസ് ഓഫ് സൾഫറിൻ്റെ പ്രസൻസ് മനസ്സിലാക്കാം. ബ്ലാക്ക് കളർ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ പ്രസൻസ് ഓഫ് സൾഫർ ഒന്ന് പഠിക്കുക. പറ്റുന്ന ആൾക്കാർ ഒന്ന് പഠിച്ചാൽ മതി. സോ നൈട്രജൻ്റെ മനസ്സിലായല്ലോ, H2SO4 FeSO4. സൾഫർ ആണെങ്കിൽ സോഡിയം നൈട്രോപ്രഷൈഡ് വയലറ്റ് കളറാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഹാലജൻ? അങ്ങനെ ചോദിക്കാറുണ്ട്. ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഹാലജൻ? 3 മാർക്കിന് ചോദ്യമാണ്. ഹാലജൻ എന്ന് പറഞ്ഞാൽ ആരാ? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഈ 3 ആൾക്കാരെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം? ചിലപ്പോൾ സെപ്പറേറ്റ് ക്ലോറിൻ, ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ക്ലോറിൻ സെപ്പറേറ്റ് ചോദിക്കാം. അല്ലെങ്കിൽ ഒറ്റ ചോദ്യവും ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഹാലജൻ. ഹാലജൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും എഴുതണം. അപ്പോൾ ആദ്യം ഈ എക്സ്ട്രാക്റ്റ് എടുക്കുക. എല്ലാത്തിലും ആ എക്സ്ട്രാക്റ്റ് വേണം. ഏത് എക്സ്ട്രാക്റ്റാ? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്, ലസൈൻസ് എക്സ്ട്രാക്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിലേക്ക് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്യുക. അത് എല്ലാത്തിലും സെയിം ആണ്. ബ്രോമിൻ നോക്കുകയാണെങ്കിലും അയഡിൻ്റെ ടെസ്റ്റ് ആണെങ്കിലും ക്ലോറിൻ ആരാണെങ്കിലും സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും ആഡ് ചെയ്യുക. നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ HNO3. അത് ഏതിലേലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും എഴുതി വെച്ചോ. സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ AgNO3 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെള്ള പ്രസിപ്പിറ്റേറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ അത് ക്ലോറിനാണ്. പെയിൽ യെല്ലോ ആണെങ്കിൽ ബ്രോമിനാണ്. വെറും യെല്ലോ ആണെങ്കിൽ അത് അയഡിനാ. ഒരു കാര്യം കൂടി നോക്കാനുണ്ട്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് PPT എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റ് എന്നാണ് കേട്ടോ. വെള്ളപ്പൊടി കിട്ടി, അത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ സോലിബിളും ആണെങ്കിൽ അത് എന്തായാലും കൺഫേം ചെയ്തോളൂ, അത് പ്രസൻസ് ഓഫ് ക്ലോറിൻ. ഇനി യെല്ലോ ആണ്, പെയിൽ യെല്ലോ ആണ്, അത് സ്ലൈറ്റ്ലി സോലിബിൾ ആണല്ലോ, കുറച്ചേ സോലിബിൾ ആവുന്നുള്ളൂ. ഏതിലെ? അമോണിയം ഹൈഡ്രോക്സൈഡിൽ. സെയിം. അപ്പോൾ ഇതിൽ നന്നായി സോലിബിൾ ആവും. അമോണിയം ഹൈഡ്രോക്സൈഡിലേക്ക് ആ വെള്ളപ്പൊടി ഇട്ടാൽ നന്നായി സോലിബിൾ ആയാൽ ക്ലോറിൻ. കുറച്ച് സോലിബിൾ ആയാലെന്നുണ്ടെങ്കിൽ അത് പ്രസൻസ് ഓഫ് ബ്രോമിൻ. ഇൻസോലിബിൾ ആണെങ്കിൽ അയഡിൻ. മനസ്സിലാക്കുക കേട്ടോ. സോ നൈട്രിക് ആസിഡും HNO3 ആണ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും ആണ് ഹലജനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മറക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇത് പഠിച്ചല്ലോ. ലസൈൻസ് ടെസ്റ്റ് എന്താണ്? സോഡിയം വെള്ളത്തിലേക്ക് ഒന്ന് ചൂടാക്കുക, പിന്നെ എന്ത് ചെയ്യുക? വെള്ളത്തിലേക്ക് ഇടുക, ഫിൽറ്റർ ചെയ്യുക. അതിലേക്ക് നൈട്രജൻ്റെ പ്രസൻസ്, സൾഫറിൻ്റെ പ്രസൻസ്, ഹലജൻസിൻ്റെ പ്രസൻസ് പഠിക്കണം. ഇനി നമുക്ക് കുറച്ച് ചോദ്യം നോക്കാം. ചോദ്യം നോക്കിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് നോക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ലസൈൻസ് ടെസ്റ്റും ഡിറ്റക്ഷനും പഠിച്ചു. ഇനി എസ്റ്റിമേഷൻ ഉണ്ട്, അത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് അതിലേക്ക് വരാം. സ്റ്റേറ്റ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. എന്താ ഹൺസ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെയറിങ് നടക്കണം എന്നുണ്ടെങ്കിൽ, പെയറിങ് 2 ആൾ വരണം എന്നുണ്ടെങ്കിൽ ഓൺലി ആഫ്റ്റർ ഓൾ ദ ഓർബിറ്റൽസ് ആർ കംപ്ലീറ്റ്ലി ഹാഫ് ഫിൽഡ്. നമ്മളൊരു ഓർബിറ്റൽ എടുത്താൽ എല്ലാത്തിലും ഹാഫ് ഫില്ലാവണം, ഓരോന്ന് വെച്ച് കിട്ടണം. കിട്ടിയിട്ട് മാത്രമേ നമ്മൾ പെയറിങ് നടത്താൻ പാടുള്ളൂ. അതാണ് ഹൺസ് റൂൾ. പെയറിങ് ഒക്കർ ഓൺലി ആഫ്റ്റർ ഓൾ ദ ഓർബിറ്റൽസ് ആർ കംപ്ലീറ്റ്ലി ഫിൽഡ്. എല്ലാതും ഹാഫ് ഫില്ലാവണം. അതാണ് ഹൺസ് റൂൾ. ഗിവ് ദ റിലേഷൻ ബിറ്റ്വീൻ Kp ആൻഡ് Kc ഫോർ ദ റിയാക്ഷൻ ഗിവൺ ബിലോ. നമുക്കൊരു റിയാക്ഷൻ തന്നിട്ട്
ആ റിയാക്ഷൻ്റെ എന്ത് എഴുതാൻ? റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. അപ്പോൾ നിങ്ങൾ ഏത് റിയാക്ഷനോ എന്തോ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും കെ പിയും കെ സി തമ്മിലുള്ള റിലേഷൻ എന്താണ്? വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി? ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് കെ പി ഈക്വൽ ടു കെ സി ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ആണ്. മറക്കണ്ട കേട്ടോ, ഇത് പഠിച്ചു വെച്ചോളൂ. കെ പി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് അറ്റ് പാർഷ്യൽ പ്രഷർ. കെ സി എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. സോ കെ പി കെ സി തന്നിട്ടുണ്ട്. ഈ റിലേഷൻ പഠിച്ചു വയ്ക്കുക. കെ പി ഈക്വൽ ടു കെ സി റേസ് ടു കെ സി ഇൻറ്റു ആർ ടിയുടെ മുകളിൽ ഡെൽറ്റ എൻ. നമുക്കൊരു റിയാക്ഷൻ ഇവിടെ ഉണ്ട്. റിയാക്ഷൻ ഇതാണ്. 2NOCl gives 2NO plus Cl2 എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ കെ പി എഴുതാം? കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ എഴുതണം. ഡെൽറ്റ എൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഗ്യാസാണ്. ഗ്യാസ് ആവണം കേട്ടോ. സോളിഡ് ആണെങ്കിൽ അവരെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഡെൽറ്റ എൻ കണ്ടുപിടിക്കാൻ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 2ഉം 1ഉം. താഴത്തെ നമ്പറല്ല, ഇവിടെ 2 NOയും 1 Cl2, മൊത്തം 3 എണ്ണം. 3ന്ന് ഇവിടെ എത്ര ആളുണ്ട്? 2 എണ്ണം. 3 - 2 1. ഇതാണ് ഇവരുടെ റിലേഷൻ. സോ വാട്ട് ഇസ് റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി? കെ പി ഈക്വൽ ടു കെ സി ആർ ടി റേസ് ടു ഡെൽറ്റ എൻ എന്നാണ്. ഡെൽറ്റ എൻ കാണാനുള്ള ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റിൻ്റെ സൈഡ്, ഈ സൈഡില്ലേ 2NO plus Cl, ആ സൈഡിലെ നമ്പർ ഓഫ് മോൾസ് എണ്ണുക. എന്ത്? 3 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻ സൈഡിൽ എത്രയായിരുന്നു? 2. അപ്പോൾ 1. 3 - 2 1 ഇട്ട് കൊടുത്താൽ ആ സംഭവമായി. ഒരു 2 മാർക്കിൻ ചോദ്യമാണ്. റൈറ്റ് എനി 2 അനോമലസ് ബിഹേവിയർ ഓഫ് ലിഥിയം. ലിഥിയത്തിൻ്റെ അനോമലസ് ബിഹേവിയർ എന്താണ്? ലിഥിയം വെരി ഹാർഡ്. ലിഥിയം ഫോം മോണോ ഓക്സൈഡ് ഫോം ചെയ്യും. പഠിച്ചു വെച്ചോ കേട്ടോ. സ്റ്റേറ്റ് ദ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. എന്താണ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെയിം കോമ്പൗണ്ട്, ഇപ്പോൾ വെള്ളം, വാട്ടർ, അതെപ്പോഴും 1:2:1 ആണ്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ആയിരിക്കും എപ്പോഴും. സോ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെൻറ്റ്സ് ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ. അപ്പോൾ എപ്പോഴും ഒരു ഫിക്സ്ഡ് ഏതൊരു കോമ്പൗണ്ട് ആണെങ്കിലും, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെയാണ്, 1:2 ആണ്. അപ്പോൾ ഒരു ഫിക്സ്ഡ് റേഷ്യോ ആയിരിക്കും. ഇനി എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? നമുക്ക് ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കാനുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും ലേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഏർലി മോർണിംഗ് ഒക്കെ എണീക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു രാത്രി ഇടും, 2 മണി 3 മണി എന്തായാലും ആ സമയത്തിനുള്ളിൽ ഇടും ന്യൂമറിക്കൽ പ്രോബ്ലംസ്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ പ്രോബ്ലം ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രാവിലെ എണിച്ച് കണ്ടാലും മതി. 4 മണി 5 മണിക്കൊക്കെ എണീക്കുമല്ലോ മിക്ക കുട്ടികളും. അത് എണിച്ചിരുന്ന് കണ്ടോളൂ, കാരണം എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ ചോദ്യം എന്താ ലിമിറ്റിംഗ് റിയേജൻ എഴുതിയാൽ മതി. ലിമിറ്റിംഗ് റിയേജൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ റിയാക്ടൻ വിച്ച് ഇസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് ഇൻ എ റിയാക്ഷൻ. ഒരു റിയാക്ഷനിൽ കംപ്ലീറ്റ്ലി ഉപയോഗിക്കും. ആ റിയാക്റ്റൻ്റ് ആ എടുത്ത ആൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച് തീരും. അങ്ങനത്തെ ആളാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. കംപ്ലീറ്റ്ലി യൂസ്ഡ്, കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ റിയാക്ഷൻ, മൊത്തമായിട്ട് ഉപയോഗിക്കുന്ന ആൾ. റൈറ്റ് ഇനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട്. സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ബോണ്ടാണ്. ആക്സിയൽ ഓവർലാപ്പാണ് അവിടെ ഉണ്ടാവുക. സിഗ്മ ബോണ്ട് എപ്പോഴും എങ്ങനെ സംഭവിക്കുക? ആക്സിയലിയാണ് ഓവർലാപ്പ് ചെയ്യുക. അപ്പം ഇങ്ങനെ ഇതാണ് പിയും എസും കൂടെ ആക്സിയലി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവുക. പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ വീക്ക് ബോണ്ടാണ്, സൈഡ് വൈസ് ആണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൈഡുകൾ തമ്മിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് കാരണം ഉണ്ടാകുന്നതാണ് പൈ ബോണ്ട്. ഇവിടെ സിഗ്മ ബോണ്ടാണ്. എന്താണ് ലാറ്റിസ് എൻതാൽപ്പി ആൻഡ് ഡ്രോ ബോണ്ട് ഹാബർ സൈക്കിൾ ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് ലാറ്റിസ് എൻതാൽപ്പി ഓഫ് NaCl. അതെന്താണ്? ആദ്യത്തെ ചോദ്യം എന്താണ് ലാറ്റിസ് എൻതാൽപ്പി? ഇറ്റ് ഈസ് എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് എ കോമ്പൗണ്ട്, 1 mole കോമ്പൗണ്ട് നമ്മളെ കയ്യിലുണ്ട്. ആ 1 mole കോമ്പൗണ്ട് ഇസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് അയോൺസ്. കുറേ ചെറിയ ഇപ്പോൾ അയോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഇങ്ങനെയുള്ള അയോൺസുകളിൽ നിന്ന് ഫോം ചെയ്തു 1 mole കോമ്പൗണ്ട് ഫോം ചെയ്തു. അതാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻതാൽപ്പി ചേഞ്ച് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എനർജി പോവുക. എപ്പോൾ? 1 mole കോമ്പൗണ്ട് ഫോം ചെയ്യുക. എവിടുന്ന ഫോം ചെയ്യുക? അതിൻ്റെ ചെറിയ അയോൺസുകളിൽ നിന്ന്. ബോൺ ഹാബർ സൈക്കിൾ വരയ്ക്കണം ആരുടെയാണ്? NaClൻ്റെ കേട്ടോ. ബോൺ ഹാബർ സൈക്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം Na എടുക്കുക, അത് സോളിഡ് ആയിരിക്കും, സോഡിയം. ഇനി ഹാഫ് ക്ലോറിൻ എടുക്കുക, അത് ഗ്യാസും ആണ് കേട്ടോ. ആദ്യം സോഡിയം സോളിഡാണ്, സോളിഡാണ്, കട്ടയാണ്. നമ്മളതിനെ ആദ്യം ഗ്യാസാക്കി മാറ്റും. ഗ്യാസാക്കി നമ്മൾ നേരെ അതിനെ അയോൺസ് ആക്കും, Na+ ആക്കും. അങ്ങനെ അയോൺസ് ആക്കുമ്പോൾ പുറത്തേക്കൊരു
എൻതാൽപ്പി, അയണൈസേഷൻ എൻതാൽപ്പി പുറത്തേക്ക് പോകും. ഇലക്ട്രോൺ റിമൂവ് ചെയ്തു അല്ലേ. സോഡിയം എന്നുള്ളത് ഒരു മിനിറ്റ്, ഓക്കെ, സോഡിയം എന്നുള്ളത് സോഡിയം മെറ്റൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. പെട്ടെന്ന് അത് Na+ ആയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഇലക്ട്രോണ് കൊടുത്തു, ഇലക്ട്രോൺ റിമൂവ് ആയി. ഇലക്ട്രോൺ റിമൂവ് ആകുമ്പോൾ എനർജി എന്താ? അയണൈസേഷൻ എൻതാൽപ്പി. എനർജി റിക്വയർഡ് അല്ലെങ്കിൽ എനർജി റിലീസ്ഡ് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് റിമൂവിങ്. ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചാണ് അയണൈസേഷൻ എൻതാൽപ്പി, IE. അപ്പോൾ ഈ Na+ഉം ഇവിടെ എന്താ സംഭവിക്കുക? ½ Cl2 എന്നുള്ളത് വെറും Cl ആയിട്ട് മാറും, ഗ്യാസ്. ഇനി Cl നമ്മൾ എന്ത് ചെയ്യും? Cl- ആവും. ഒരു ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അവിടെ ഇതേപോലെ ഒരു എനർജി പുറത്തേക്ക് പോവും, IE എന്ന് തന്നെ കൊടുക്കാം. ഈ Na+ഉം Cl- കൂടി കൂട്ടിമുട്ടുന്നു. Na+ഉം Cl- രണ്ടും കൂടി ചേർന്ന് Na+ഉം Cl- ഒക്കെ ചേർന്ന് നമുക്കിവിടെ എന്ത് കിട്ടും? ഇതാ ഏരോ മാർക്ക് കിട്ടോ, NaCl കിട്ടി. ഒരു മോള് കോമ്പൗണ്ട് ഫോം ചെയ്തു. എവിടെ നിന്നാണ്? പോസിറ്റീവ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അയോണിൽസിൽ നിന്ന്, Na+ഉം Cl-ഉം. ഇത് പഠിച്ചു വയ്ക്കുക, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇതിൻ്റെ റിയാക്ഷൻ ഉണ്ട്. എന്താ റിയാക്ഷൻ എന്നറിയോ? ΔHO ഫോർമേഷൻ അല്ലേ. ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തു. അതെങ്ങനെ ഉണ്ടായത്? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു എനർജി ഉണ്ടാവും. ഓരോ കേസിലും ഓരോ എനർജി നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ അപ്പോൾ ഓരോ ഭാഗത്തും ഓരോ എനർജി ഉണ്ട്. ഇവിടെ നമ്മൾ S എന്ന് പറഞ്ഞ എനർജിയാണ് എന്ന് പറഞ്ഞാൽ സബ്ലിമേഷൻ സംഭവിക്കും. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സോളിഡ് ഡയറക്റ്റ് ഗ്യാസായി. പ്രോസസ് ഓഫ് കൺവേർട്ടിങ് സോളിഡ് ടു ഗ്യാസ് ആണ് സബ്ലിമേഷൻ. സോ ഇവിടെ S എന്ന് പറഞ്ഞ എനർജി അവിടെ പുറത്തേക്ക് പോയിട്ടുണ്ടാവും. ഇവിടെ എന്താ സംഭവിച്ചത്? ½ Cl2 എന്നുള്ളത് വെറും Cl ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ടാവുക ഡിസോസിയേഷൻ ആണ് പറയുക, D എന്ന് കൊടുക്കും, ½ D എന്ന് പറയും. അതായത് ഇവിടുത്തെ ഒരു ½ D പോയി, അതായത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് Cl ആയി. അപ്പോൾ ഇവിടുത്തെ എനർജി S, ഇവിടുത്തെ എനർജി ½ D എന്ന് കൊടുത്തു. ഇവിടെ I ആണ്, അയണൈസേഷൻ എൻതാൽപ്പി IE എന്ന് കൊടുത്തു. ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ കിട്ടുക ചെയ്തത്. അപ്പോൾ ഇവിടെ EG നമ്മൾ എഴുതും, EA കൊടുത്താൽ മതി. ഓക്കെ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ എഫിനിറ്റി എന്ന് പറയും, EA. ഇനി ഇത് രണ്ടാളും കൂടി ചേർന്ന് U എന്ന് പറയുന്ന ലാറ്റിസ് എനർജി ഫോം ചെയ്തിട്ട് ഈ കോമ്പൗണ്ട് ഫോം ചെയ്യും. അപ്പോൾ എന്തൊക്കെ വന്നു ഇവിടെ? എന്തൊക്കെ വന്നു? ΔHO ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എൻതാൽപ്പി. ഈ NaCl ഉണ്ടാകുമ്പോൾ ടോട്ടൽ എത്രത്തോളം എനർജി പോവും? ആദ്യം S സബ്ലിമേഷൻ ചെയ്തു, അത് കഴിഞ്ഞിട്ടോ IE അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ പോയി റിമൂവ് ആയി. അത് കഴിഞ്ഞ് ഇവിടെ ½ D ഡിസോസിയേഷൻ ആണ്. ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ എഫിനിറ്റി, ഇലക്ട്രോൺ ഒരെണ്ണം കിട്ടി മൈനസായി. രണ്ടും കൂടിയിട്ട് U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിസ് എനർജിയാണ് U. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇവിടെ ΔH ഫോർമേഷൻ ഉണ്ടാവുക. അതും കൂടി എഴുതി വയ്ക്കാട്ടെ. ബോൺ ഹാബർ സൈക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഇൻവോൾവ് ഇൻ ദ ഫോളോയിങ് മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ. പ്യൂരിഫൈ ചെയ്യാൻ നമുക്ക് ഡിസ്റ്റിലേഷൻ ഉണ്ട്, ക്രിസ്റ്റലൈസേഷൻ, പല മെത്തേഡുകളുണ്ട്. അതിൽ ഇവിടുത്തെ ചോദ്യം ഡിസ്റ്റിലേഷനും ക്രിസ്റ്റലൈസേഷനെ കുറിച്ചിട്ട്. സോ അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് സെപ്പറേറ്റ് നോക്കാം. ക്രിസ്റ്റലൈസേഷനും സബ്ലിമേഷനും ഡിസ്റ്റിലേഷനും ആ മൂന്നെണ്ണമെങ്കിലും പഠിക്കണം. ഒരുപാട് മെത്തേഡുകളുണ്ട്. സ്റ്റീം ഡിസ്റ്റിലേഷൻ, ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല മെത്തേഡുകളുണ്ട്. അപ്പോൾ നമുക്കൊരു മൂന്നെണ്ണെങ്കിലും പഠിച്ചു വെച്ചോളൂ. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഇൻ സോലുബിലിറ്റി ഓഫ് ദ കോമ്പൗണ്ട് ആൻഡ് ഇമ്പ്യൂരിറ്റി. ഒരു കോമ്പൗണ്ടും അതിൻ്റെ ഇമ്പ്യൂരിറ്റിയും അഴുക്കും, അപ്പോൾ അതെന്താവണം? അതിൻ്റെ സോലുബിലിറ്റി ഡിഫറെൻ്റ് ആവണം. ഒരാൾ നന്നായി സോലുബിൾ ആവും, ഒരാൾ സോലുബിൾ ആവില്ല. സോ ബേസ്ഡ് ഓൺ ഡിഫറൻസ് ഉണ്ടാവണം എന്തിലെ? സോലുബിലിറ്റിയിലെ. ആരുടെ? കോമ്പൗണ്ട് ആൻഡ് ഇമ്പ്യൂരിറ്റി ഇൻ എ സോൾവെൻറ്റ്. അപ്പോൾ നമ്മളൊരു സ്യൂട്ടബിൾ സോൾവെൻറ്റിലേക്ക് ഇവരെ ഇട്ടു, കോമ്പൗണ്ട് ഇട്ടു, ഇമ്പ്യൂരിറ്റി ഇട്ടു. അതിൽ സോലിബിലിറ്റിയിൽ ഡിഫറൻസ്, ലൈക്കിനതിൽ ഡിഫറൻസ് ഉള്ള ആൾക്കാർ ആവണം അവർ രണ്ടാളും. ബെൻസോയിക് ആസിഡും നാഫ്തലീനുമാണ് എക്സാമ്പിൾ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടു സെപ്പറേറ്റ് സബ്ലിമബിൾ കോമ്പൗണ്ട് ഫ്രം നോൺ സബ്ലിമബിൾ ഇമ്പ്യൂരിറ്റി. ഒരാൾ സബ്ലിമബിൾ, ഒരാൾ നോൺ സബ്ലിമബിൾ, അങ്ങനെയുള്ളതിലാണ് നമ്മൾ സബ്ലിമേഷൻ ചെയ്യുക. നാഫ്തലിൻ, അയഡിൻ, ക്യാംഫറൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ് കേട്ടോ. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വൊളറ്റൈൽ ലിക്വിഡ്സ് ഫ്രം നോൺ വൊളറ്റൈൽ. ഒരാൾ വൊളറ്റൈൽ, ഒരാൾ നോൺ വൊളറ്റൈൽ, അത്തരം കേസിലാണ് ഡിസ്റ്റിലേഷൻ ചെയ്യാം. അതുപോലെ ഡിഫറൻസ് ഇൻ ദയർ ബോയിലിംഗ് പോയിൻറ്റ്. ബോയിലിംഗ് പോയിൻറ്റിൽ ഡിഫറൻസ് ഉള്ള ആൾക്കാരിലും നമ്മൾ എന്ത് ചെയ്യും? ഡിസ്റ്റിലേഷൻ ചെയ്യും കേട്ടോ. എക്സാമ്പിൾ പഠിച്ചിട്ടുള്ളൂ, ക്ലോറോഫോം ആൻഡ് അനിലിൻ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക. ചിലപ്പോൾ ക്ലോറോഫോമും അനിലിനും ഏത് മെത്തേഡ് വെച്ച് സെപ്പറേറ്റ് ചെയ്യാം? ഡിസ്റ്റിലേഷൻ. നാഫ്തലിനും ക്യാംഫറും സബ്ലിമേഷൻ. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
അപ്പോൾ ഡിസ്റ്റിലേഷനും ക്രിസ്റ്റലൈസേഷനും ഇങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റോമിക് ഓർബിറ്റൽസ് ആർ പ്രിസൈസ്ലി ഡിസ്റ്റിങ്ഷ്ഡ് ബൈ ക്വാണ്ടം നമ്പേഴ്സ്. എല്ലാവർക്കും ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. എക്സ്പ്ലെയിൻ 2 ടൈപ്പ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ആറ്റോമിക് ഓർബിറ്റൽ. രണ്ട് ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. റൈറ്റ് n and l വാല്യൂ ഓഫ് 2p ആൻഡ് 4s. അത് ഇവിടെ പറഞ്ഞുതരാം. അപ്പോൾ 2p ഉണ്ട് 4s ഉണ്ട്. ഓർബിറ്റൽസിൻ്റെ പേര് നമുക്ക് തന്നു, അതിൻ്റെ ക്വാണ്ടം നമ്പേഴ്സുകൾ എഴുതണം. എങ്ങനെ? എന്നും എല്ലും എഴുതണം. അപ്പോൾ 2p എന്ന് പറഞ്ഞാൽ n2 ആണ്. എൽ എന്ന് പറഞ്ഞാലോ നമ്മളൊരു ബോക്സ് ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, എന്നിട്ട് എന്ത് എഴുതും? എസ് പി ഡി എഫ് ജി എന്ന് എഴുതും. എന്നിട്ട് 0 1 2 3 4. ഇവിടെ പി ആണ്, അപ്പോൾ പിയുടെ മുകളിൽ എന്താ 1, അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 1. ഇവിടെ എന്നിൻ്റെ വാല്യൂ 4, അപ്പോൾ എൽ എന്താവും? എസ് എന്ന് പറഞ്ഞാൽ ആരാ? 0. അപ്പോൾ ഈ ടേബിൾ എഴുതുക, അപ്പോൾ എല്ല് കിട്ടും കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. 2 ടൈപ്പ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. ഏതായാലും 2 ടൈപ്പ് ക്വാണ്ടം നമ്പർ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ, 2 പറയാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗീവ് us an ഐഡിയ അബൌട്ട് എനർജി ആൻഡ് സൈസ്. ഒരു ഓർബിറ്റലിൻ്റെ എനർജിയും സൈസും കണ്ടുപിടിക്കാനാണ് നമ്മൾ ഏത് n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ഗീവ് us ഐഡിയ അബൌട്ട് ഷേപ്പ് ഓഫ് എൻ ഓർബിറ്റൽ. ഒരു ഓർബിറ്റലിൻ്റെ ഷേപ്പ് കണ്ടുപിടിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ ആൻസർ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം കേട്ടോ, ശ്രദ്ധിക്കുക. ഇതൊരു ഹൈബ്രിഡൈസേഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതൊക്കെ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നവ. പല ടൈപ്പ് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. എസ്റ്റിമേഷനെ കുറിച്ചിട്ട്, എങ്ങനെ നൈട്രജനെ നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം, അതുപോലെ ലസൈൻസ് ടെസ്റ്റ് നമ്മൾ നോക്കി, സിഗ്മ ബോണ്ട്, പൈ ബോണ്ട്, അങ്ങനെ കുറേ ടോപ്പിക് നമ്മൾ, ഡിസ്റ്റിലേഷൻ, അതുപോലെ ക്രിസ്റ്റലൈസേഷൻ, ആ ടോപ്പിക്കുകളൊക്കെ നമ്മളിപ്പോൾ കണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, എക്സ്പ്ലെയിൻ sp2 ഹൈബ്രിഡൈസേഷൻ. നമ്മളിവിടെ അത് ക്വസ്റ്റ്യൻ ഇവിടെ കാണില്ല, ക്വസ്റ്റ്യൻ ഇവിടെയാണുള്ളത്. ഇവിടെ നോക്കിക്കോട്ടോ. എക്സ്പ്ലെയിൻ, ഇതാണ് ചോദ്യം. എക്സ്പ്ലെയിൻ ഹൈബ്രിഡൈസേഷൻ ടേക്കിംഗ് ബോറോൺ ട്രൈഫ്ലൂറൈഡ് BF3 ആസ് എ എക്സാമ്പിൾ. BF3യുടെ ഹൈബ്രിഡൈസേഷൻ എന്താണ് കേട്ടോ? BF3 ആദ്യം sp2 ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് എഴുതുക. sp2 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റർമിക്സിങ് ഓഫ് ഒരു എസും 2 p ഓർബിറ്റൽസ് ആണ്. ഒരു എസ് 2 പിയും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് കിട്ടും. അവർക്കെല്ലാം ഒരേ എനർജിയും ഷേപ്പാണ്. അപ്പോൾ sp2 വരുന്നത് ആർക്കാ? sp2 ഹൈബ്രിഡൈസേഷൻ വരുന്നൊരു എക്സാമ്പിൾ എന്താ? BF3 എന്ന് പറയും. ഓക്കെ, BF3 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതുപോലെ sp3 ഹൈബ്രിഡൈസേഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു എസും 3 പിയും. sp3 ചോദിച്ചാൽ ഒരു എസും 3 പിയും. sp2 ആണെങ്കിൽ ഒരു എസും 2 പിയും എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഇപ്പോൾ ഇവിടെ sp2 ആണെങ്കിൽ BF3 ആണ് അതിൻ്റെ എക്സാമ്പിൾ. sp2ൻ്റെ BF3 ആണ് കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BF3യുടെ എക്സ്പ്ലനേഷൻ. BF3 എന്ന് പറഞ്ഞാൽ ബോറോൺ ആണ്, സെൻട്രൽ ആറ്റം എന്ന് എഴുതുക. അതിന് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അവിടെ ബോറോൺ എന്ത് ചെയ്യും? ബോറോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്കിത് വരയ്ക്കാം. BF3യുടെ, അതായത് B ഇവിടെ 3 F വരും, ഇവിടെയും F. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡൈപോളമെൻ്റ് ഇങ്ങോട്ട്, ഇതിൻ്റെ ഡൈപോളമെൻ്റ് ഇങ്ങോട്ട്. ഇതാണ് ഇതിൻ്റെ ഷേപ്പ് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ BF3യുടെ ഷേപ്പ് ട്രയഗണൽ പ്ലാനാർ ആണ്. ബോണ്ട് ആംഗിൾ 120 ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്തൊക്കെ എഴുതാം? അത് sp2 ഹൈബ്രിഡൈസേഷൻ എന്താണ്? 1s-ഉം 2 p-യും. sp2 ഹൈബ്രിഡൈസേഷൻ എക്സാമ്പിൾ BF3യിൽ ബോറോൺ ആണ് സെൻട്രൽ ആറ്റം എന്ന് കൊടുക്കുക. അതിന് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ് അവിടെ ഉള്ളത്. അവിടെ 3 BF ബോണ്ടുകളുണ്ട്, സിഗ്മ ബോണ്ടാണ്. അപ്പോൾ സെൻട്രൽ ആറ്റം ബോറോൺ ആണ്, sp2 ഹൈബ്രിഡൈസേഷൻ ആണ്, sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ് അവിടെ ഉള്ളത്. അവിടെ 3 BF സിഗ്മ ബോണ്ടുകളുണ്ട്. കണ്ടോ, 3 BF, ഇതൊക്കെ സിഗ്മ ബോണ്ടുകളാണ്. ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ ട്രയഗണൽ പ്ലാനാർ, അതുപോലെ അതിൻ്റെ ബോണ്ട് ആംഗിൾ 120. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ജിയോമെട്രി ഓഫ് BeCl2. BeCl2ൻ്റെ ജിയോമെട്രി എന്താണ്? ലീനിയർ ആണ് കേട്ടോ. BeCl2 എന്നൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്താ വരിക? ലീനിയർ ഷേപ്പാണ്. ഹൈബ്രിഡൈസേഷൻ sp ഹൈബ്രിഡൈസേഷൻ ആണ് വരിക, മറക്കണ്ട. അപ്പോൾ sp2ൻ്റെ എക്സാമ്പിൾ എന്താ? sp2 BF3 കേട്ടോ. BF3 ആണ് sp2 ഹൈബ്രിഡൈസേഷൻ്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ sp3യുടെയോ CH4 ആണ് എക്സാമ്പിൾ. അങ്ങനെയൊക്കെ പഠിക്കുന്നത് നല്ലതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ, ടു മെഷർ ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം.
പൊസിഷനും മൊമെൻറ്റും ഒരുമിച്ച് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആരുടെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിനെ സൈമിൾട്ടേനിയസ്ലി ആൻഡ് ആക്യുറസ്ലി ഒരേ സമയം സൈമിൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ ഒരേ സമയം ആക്യുറേറ്റ് ആയിട്ട് ഒരു മൈക്രോസ്കോപ്പിക് ഏറ്റവും വളരെ ചെറിയൊരു പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു മെഷർ ബോത്ത് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ആൻഡ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എം ഡെൽറ്റ വി വേണമെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു പി എന്ന് വേണമെങ്കിൽ എഴുതാം കേട്ടോ. മൊമെൻറ്റം പി എന്ന് പറഞ്ഞാൽ എം വി ആണ്. അതെന്താണ് ഗ്രേറ്റർ ദാൻ h/4π ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ h/4π എന്ന് കൊടുക്കും കേട്ടോ. h/4πനേക്കാൾ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമിൻ ഇറ്റ്സ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം. പൊസിഷനും മൊമെൻറ്റും കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞതാണ് എന്ത് ലെസ്സൈൻ ടെസ്റ്റ്, ലെസ്സൈൻസ് ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഒക്കെ. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്ത് ചോദിക്കുന്ന ഒന്നാണ് ഡ്യൂമാസ് മെത്തേഡ്, ജെൽഡാസ് മെത്തേഡ്, കാരിയസ് മെത്തേഡ്. ഓർഗാനിക് ചാപ്റ്ററിലാണ് അത്. ഹൗ ക്യാൻ യു എസ്റ്റിമേറ്റ് ആണ്. നമ്മളിപ്പോൾ ഡിറ്റക്ഷൻ പറഞ്ഞു. ഹൗ ക്യാൻ യു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് നൈട്രജൻ, സൾഫർ, ഹാലജൻ പറഞ്ഞു. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഹാലജൻ ഉള്ളത് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം. അടുത്ത എസ്റ്റിമേഷനാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഹൗ ക്യാൻ യു എസ്റ്റിമേറ്റ് നൈട്രജൻ. അപ്പോൾ ഡ്യൂമാസ് മെത്തേഡ് ഉണ്ട്, ജെൽഡാസ്, രണ്ട് മെത്തേഡ് ഉണ്ട്. ചിലപ്പോൾ ഡയറക്റ്റ് ചോദിക്കും എക്സ്പ്ലെയിൻ ഡ്യൂമാസ് മെത്തേഡ്. എന്താ ഡ്യൂമാസ് മെത്തേഡ്? നൈട്രജനുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, അത് ഹീറ്റ് ചെയ്യുക, കോപ്പർ ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുക, കോപ്പർ ഓക്സൈഡ്. അപ്പോൾ നൈട്രജൻ ഫോം ചെയ്യും. ആ ഉണ്ടായ നൈട്രജൻ, ആ കളക്ട് ചെയ്ത നൈട്രജൻ്റെ വോളിയം കണ്ടുപിടിക്കുക, പെർസെൻറ്റേജും കണ്ടുപിടിക്കാം. അപ്പോൾ നൈട്രജനുള്ള ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് കോപ്പർ ഓക്സൈഡ് ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്താൽ നൈട്രജൻ കിട്ടും. ഫ്രം ദ വോളിയം ഓഫ് നൈട്രജൻ ഗ്യാസ് കളക്റ്റഡ്, ആ കിട്ടിയ നൈട്രജൻ ഗ്യാസിൽ നിന്ന് പെർസെൻറ്റേജ് കാണാം. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കാണാൻ ഇക്വേഷൻ പഠിക്കണം. ഇത് ഡ്യൂമാസ് എന്ന് പറഞ്ഞ മെത്തേഡാണ് കേട്ടോ. നൈട്രജൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കാണാം? 28 × V × 100 / 22,400 × മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇത് പഠിച്ചോളൂ. വോളിയം കാണാൻ ഇക്വേഷൻ ഇതാണ്. P1 V1 × 273/760 × T1 ടെമ്പറേച്ചർ കേട്ടോ. അപ്പോൾ ഇത് പഠിക്കുക. ഇതാണ് ഡ്യൂമാസ് മെത്തേഡ്. ഇനി ചിലപ്പോൾ ജെൽഡാസ്, രണ്ട് മെത്തേഡ് ഉണ്ട്. നൈട്രജൻ്റെ എസ്റ്റിമേഷൻ, നൈട്രജൻ്റെ വോളിയം, പെർസെൻറ്റേജ് ഒക്കെ കാണാനുള്ള രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? ഒന്നാമത്തെ മെത്തേഡ് ഡ്യൂമാസ് പറഞ്ഞു, രണ്ടാമത്തെ ജെൽഡ. രണ്ട് മെത്തേഡ് എഴുതാൻ പറഞ്ഞാൽ രണ്ടും എഴുതുക. ഇനി അതെല്ലാം റൈറ്റ് എനി വൺ മെത്തേഡ് ടു എസ്റ്റിമേറ്റ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഡ്യൂമാസോ ജെൽഡാസോ എഴുതാം. ജെൽഡാസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, നൈട്രജനുള്ള ഓർഗാനിക് കോമ്പൗണ്ട്. ആൻ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് നൈട്രജൻ എന്ത് വെച്ച് ഹീറ്റ് ചെയ്യുക? സൾഫ്യൂരിക് ആസിഡ് വെച്ച് ഹീറ്റ് ചെയ്യുക. അപ്പോൾ അമോണിയം സൾഫേറ്റ് നമുക്ക് കിട്ടും. അത് നമ്മൾ ഹീറ്റ് ചെയ്യുക, സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുക. അപ്പോൾ അമോണിയ ഗ്യാസ് കിട്ടും. അപ്പോൾ ആദ്യം ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക്, നൈട്രജനുള്ള ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് സൾഫ്യൂരിക് ആസിഡ് വെച്ചൊന്ന് ഹീറ്റ് ചെയ്യുന്നു, അമോണിയം സൾഫേറ്റ് കിട്ടുന്നു. ആ അമോണിയം സൾഫേറ്റിന് ഇതെന്താണിത്? ഓക്കെ, അപ്പോൾ അമോണിയം സൾഫേറ്റിന് എന്ത് ചെയ്യുക? അമോണിയം സൾഫേറ്റിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുക, അമോണിയ ഗ്യാസ് കിട്ടും. ആ അമോണിയ ഗ്യാസിനെ ടൈട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യും ഒരു ആസിഡ് വെച്ചിട്ട്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഇതാണ് ഇക്വേഷൻ കേട്ടോ. നൈട്രജൻ്റെ പെർസെൻറ്റേജ് കാണാൻ 14 × മൊളാരിറ്റി ഓഫ് ആസിഡ്, മൊളാരിറ്റി ഓഫ് ആസിഡ് ഇൻറ്റു വോളിയം ഓഫ് ആസിഡ് ഇൻറ്റു ബേസിസിറ്റി ഇൻറ്റു 100/1000 ഇൻറ്റു മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ആദ്യം സൾഫ്യൂരിക് ആസിഡ്, പിന്നെ അമോണിയം സൾഫേറ്റ്, പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ വെച്ച് ഹീറ്റ് ചെയ്യണം, 3 ആൾക്കാരെ. അപ്പോൾ അമോണിയാണ് കിട്ടുക. അമോണിയ ടൈട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നൈട്രജൻ്റെ പെർസെൻറ്റേജ് ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുക. ജെൽഡാസ് ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ഡ്യൂമാസ് മെത്തേഡ് കഴിഞ്ഞ് ജെൽഡാസ് മെത്തേഡ് കഴിഞ്ഞ് നെക്സ്റ്റ് ആണ് ഹലജൻ്റെ എസ്റ്റിമേഷൻ. ഹലജൻ അളവ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് കാരിയസ് മെത്തേഡ്. സോ എന്താ കാരിയസ് മെത്തേഡ്? ടു എസ്റ്റിമേറ്റ് ഹലജൻ. അതിനുവേണ്ടി ഒരു ഹലജൻ എടുക്കുക, ക്ലോറിനോ, ഫ്ലോറിനോ, ബ്രോമിനോ, അയഡിനോ, അതാണ് ഹലജൻ. ഹലജനുള്ള ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, അതിന് നൈട്രിക് ആസിഡും സിൽവർ നൈട്രേറ്റും ഇട്ട് ഹീറ്റ് ചെയ്യുക. നൈട്രിക് ആസിഡ് HNO3യും സിൽവർ നൈട്രേറ്റ് AgNO3 വെച്ച് ഹീറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും, സിൽവർ ഹാലൈഡ് ആയിട്ട് കിട്ടും. AgCl എന്ന് പറഞ്ഞൊരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? പെർസെൻറ്റേജ് ഓഫ് ഹലജൻ കാണാം. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ആറ്റോമിക് മാസ് ഓഫ് ഹലജൻ ഇൻറ്റു മാസ് ഓഫ് സിൽവർ ഹാലൈഡ് ഫോംഡ് ഇൻറ്റു 100 മോളിക്കുലർ മാസ് ഓഫ് സിൽവർ ഹാലൈഡ് ഇൻറ്റു മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്തായാലും ഈ 3 മെത്തേഡിൽ ഒരെണ്ണം ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞതുപോലെ എഴുതുക, ഇക്വേഷനും കൂടെ എഴുതിയാൽ ആ മാർക്ക് വീഴും കേട്ടോ.
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തു. എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ ഹലജൻ, പിന്നെ ഡിറ്റക്ഷൻ ലസൈൻസ് ടെസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം, ബ്ലൂ കളർ യെല്ലോ കളർ അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. SP3 SP2 ഹെയ്സൻബർഗ് ഓഫ് പ്രിൻസിപ്പിൾ, ക്വാണ്ടം നമ്പേഴ്സിൻ്റെ കാര്യം, ഡിസ്റ്റിലേഷൻ, സിഗ്മ ബോണ്ട്, ബൈ ബോണ്ട്, ബോൺ ഹാബർ സൈക്കിൾ. അപ്പോൾ കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്, വരാൻ സാധ്യതയുണ്ട്. ഇതിലേറ്റവും ഇത് കൂടാതെ നിങ്ങൾ പഠിക്കേണ്ടത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി വെച്ചിട്ട് കോൺഫിഗറേഷൻ എഴുതാൻ, ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ, അത് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം. അതുപോലെ ബാലൻസ് ചെയ്യാൻ റിഡോക്സ് റിയാക്ഷൻ എന്ന പാഠത്തിലെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡോ ഹാഫ് റിയാക്ഷൻ മെത്തേഡോ ഉപയോഗിച്ച് ബാലൻസ് ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മാർക്കോ നിക്കോ റൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഓൾറെഡി നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ ഈ 3 ടോപ്പിക്കൊന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോവണ്ട. താഴെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ക്ലാസ് കിട്ടും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്